ഒരു MLA എന്ന നിലയിൽ അപമാനം സഹിക്കേണ്ടി വരുന്ന സ്ഥിതിയാണ് ഇത്തരം കാര്യങ്ങളുമായി മന്ത്രിയുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത്. എന്നെ പോലെ ഇവിടെ ഇരിക്കുന്ന ഭരണപക്ഷത്തും പ്രതിപക്ഷത്തിരിക്കുന്ന 141 MLA-മാരും ഇത് ശ്രദ്ധയോടെ കേൾക്കണം. വളരെ മോശമായ സമീപനം. മന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന 3 പേർ, അഴിമതിക്ക് പേര് കേട്ട നസിമുദ്ദീൻ A, അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി, അബ്ദുൾ റാഫി സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി, IM അബ്ദുൾ റഹീം മന്ത്രിയുടെ സ്റ്റാഫാണ്. ഇവരാണ് ഭരിക്കുന്നത്. ബഹുമാനപ്പെട്ട MLA-മാരെ കണ്ണടച്ചിരുട്ടാക്കരുത്. ഭരണപക്ഷത്തിരിക്കുന്നവർ. ഞാൻ ഭരണപക്ഷത്താണ്. ഞാൻ UDF കാരനാണ്. ഇന്നും ഞാൻ പയ്യാലപ്പുറത്തിരിക്കുകയല്ല. ഞാൻ പറയുന്ന കേൾക്കണം. നമ്മളെ കണ്ണുടച്ചൊന്നും ആക്ഷേപിക്കുകയല്ല ജുവാസൻ നായർ. ഞാൻ പറയുന്ന മനസ്സിലാക്കൂ. കാരണം എന്താണ് നടക്കുന്നത്? ഒരു MLA-യുടെ ഫയൽ വന്നാൽ ആ ഫയലിന്റെ നീങ്ങാൻ സമയമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ എഴുതിയും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ബോധ്യമുള്ളതാണ്. ഞങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഓഫീസുകളിൽ ഫയൽ പിടിച്ചു വയ്ക്കുക. ഏത് പ്രൈവറ്റ് സെക്രട്ടറിക്കാണ്, ഏത് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനാണ്? അല്ല, ആരും ബഹളം വയ്ക്കണ്ട. അസഹിഷ്ണുത കാണിക്കരുത്. ഇതിൽ അസഹിഷ്ണുത കാണിക്കരുത്. അസഹിഷ്ണുത കാണിക്കരുത്. സാർ, അസഹിഷ്ണുത കാണിക്കരുത്. അദ്ദേഹം പറയട്ടെ. ഇത് ആർക്കും വേണ്ടിയല്ല. ഞാൻ പറയുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. സാർ, നടക്കുമ്പോൾ അത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. കാരണം മന്ത്രിയുടെ ഓഫീസിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി. ഞാൻ പറയുന്നു, അത് കേൾക്കാൻ അവസരം തരണം. പക്ഷെ മന്ത്രിയുടെ സഹപ്രവർത്തകൻ എന്റെ സുഹൃത്തായ മന്ത്രി അറിയിച്ചു കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ UDF പോകുന്ന ആളല്ല. എനിക്ക് UDF പ്രവേശിക്കാൻ എന്റെ പാർട്ടി നിർദ്ദേശിച്ചിട്ടില്ല. മന്ത്രിയാവാൻ ആഗ്രഹവുമില്ല. ഞാൻ എന്നെ മന്ത്രി സ്ഥാനം ആരോ ഇറക്കി വിട്ടെന്നാ ധരിച്ചേക്കുന്നത്. ഇറക്കി വിട്ടതല്ല, മന്ത്രിപ്പണി പോയതുമല്ല. അദ്ദേഹം സത്യം പറയും. ഞാൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ് April 1-ന് 1.5 മാസം മുമ്പ് എന്റെ വ്യക്തിപരമായ കാര്യങ്ങളായി രാജിവെക്കുന്നു. രാജിക്കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകി. സ്നേഹത്തോടെ നിരസിച്ചു. അല്ല, ആരും ഇറക്കി വിട്ടതല്ല. അതുകൊണ്ട് എന്റെ സഹപ്രവർത്തകൻ ഇബ്രാഹിം കുഞ്ഞിനോട് ഞാൻ പറയാം, നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് പറയാൻ പറ്റില്ല. മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി പറഞ്ഞത് ശരിയല്ല. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട MLA. എനിക്ക് പറയാൻ പറ്റിയ വേദി ഇതാ. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാർ, അങ്ങ് MLA-മാരോട് മാന്യമായി പെരുമാറുന്നതാണ് സാർ. അങ്ങയുടെ പാർട്ടിയിലെ ഒരു മന്ത്രിയുടെ സ്റ്റാഫിലുള്ള ആളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങ് സഹിഷ്ണുതയോട് കേൾക്കണം. ഇവര് വൻ അഴിമതിയാണ് നടത്തുന്നത് സാർ. ഈ നസീമുദ്ദീനെ കുറിച്ച് വിജിലൻസ് അന്വേഷണമില്ലേ സാർ? മാർച്ച് മാസത്തിൽ ഇയാളെ മാറ്റാൻ തീരുമാനിച്ചില്ലേ സാർ? ഇയാളെ മാറ്റും സാർ. ബഹളം വെക്കണ്ട സാർ. സാർ പറയൂ സാർ. സാർ, കാര്യം പറയുമ്പോൾ കേൾക്കാം. ഹലോ, ഗണേഷ് കുമാർ ചെയർ പറയട്ടെ. ഒരംഗം ഏതൊരാളിനും എതിരായി അപകീർത്തിപ്പെടുത്തുന്നതോ കുറ്റക്കാരനാക്കുന്നതോ ആയ സ്വഭാവത്തിലുള്ള യാതൊരു ആരോപണവും ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന സംഗതിയിൽ അതിന് മതിയായി മുൻകൂട്ടിയുള്ള നോട്ടീസ് സ്പീക്കർക്കും ഒരു മറുപടിക്ക് വേണ്ടിയുള്ള ആവശ്യത്തിനായി ആ സംഗതിയിൽ ഒരു അന്വേഷണം നടത്തുവാൻ മന്ത്രിക്കും കഴിയത്തക്കവണ്ണം ബന്ധപ്പെട്ട മന്ത്രിക്കും നൽകാത്ത പക്ഷം ഉന്നയിക്കുവാൻ പാടില്ലാത്തതാണ്. അതൊരു സീനിയർ മെമ്പറാണ്. അതുകൊണ്ട് ഈ സബ്മിഷൻ പറഞ്ഞ വിഷയത്തിൽ ഒതുങ്ങി ശ്രദ്ധ ക്ഷണിക്കൽ പറഞ്ഞ വിഷയത്തിൽ ഒതുങ്ങി സംസാരിക്കാം. എഴുതി തന്നാൽ പ്രസംഗിക്കാൻ അവസരം തരുമെങ്കിൽ ആ മന്ത്രിക്ക് മാത്രമല്ല വേറെ മന്ത്രിക്കെതിരെയുണ്ട്, അതും വായിക്കാം. അതൊരു മെമ്പർ എന്നുള്ള നിലയിൽ താങ്കളുടെ അവകാശം. എന്താണ് നടക്കുന്നത്? ഇപ്പൊ സമ്മതിക്കാൻ പറ്റില്ല. അത് താങ്കളുടെ ഇഷ്ടം. സാർ പറയണം സാർ. സാർ പറയാൻ അനുവദിക്കണം സാർ. ഇത് മന്ത്രിക്കെതിരെയല്ല. മന്ത്രിയുടെ ഓഫീസിനെതിരായാലും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസിനെതിരായാലും മന്ത്രിക്ക് അതിന് മറുപടി പറയാൻ അവകാശമുണ്ട്. അദ്ദേഹം പറഞ്ഞു വിട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്തോ കുഴപ്പം ചില ആൾക്കാർ കാണിക്കുന്നത്. അപ്പൊ ആ പേഴ്സണൽ സ്റ്റാഫിനെ അദ്ദേഹം പറഞ്ഞു വിട്ടു. അത് നിങ്ങൾക്ക് ഉന്നയിക്കാം. പക്ഷെ അത് മന്ത്രി അറിയണം. മന്ത്രിയുടെ സ്റ്റാഫാണ്. എന്നാൽ മന്ത്രിക്ക് അറിയാവുന്ന കാര്യം ചോദിക്കാം സാർ. ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ ചോദിച്ചു, ഈ നോൺ പ്ലാൻ ഫണ്ടിൽ എന്തെങ്കിലും കിട്ടുമോ? അങ്ങൊരു MLA ആണ്, ചെയറിലിരിക്കുമ്പോൾ അങ്ങനെ ചോദിക്കണം. നോൺ പ്ലാൻ ഫണ്ടിൽ എന്തെങ്കിലും കിട്ടുമോ? ഇരിക്കുന്ന MLA-മാർ കേൾക്കണം. ആ നോൺ പ്ലാൻ ഫണ്ടിൽ കിട്ടുന്നത് എന്തെങ്കിലും തരുമോ? ഒരു 2-3 റോഡ്. അദ്ദേഹം പറഞ്ഞു നോൺ പ്ലാൻ ഫണ്ട് എന്നൊരു ഹെഡില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം തന്നെ പ്രസിദ്ധീകരിച്ച ജനഹൃദയങ്ങളിലൂടെ എന്ന പ്രസിദ്ധീകരണത്തിൽ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽ എല്ലാവരും കേട്ടോ, ന്യായം, അനീതിയും അഴിമതിയും ഒന്ന് തന്നെയാണ് സാർ. ഒരു നാണയത്തിന്റെ 2 വശമാണ് സാർ. നിങ്ങളുടെ കാളിംഗ് അറ്റൻഷൻ 6 മിനിറ്റ് കഴിഞ്ഞു. അങ്ങോട്ട് കേൾക്കണം. കാളിംഗ് അറ്റൻഷൻ 6 മിനിറ്റ് കഴിഞ്ഞു. അതൊന്നും അനുവദിക്കാൻ പറ്റില്ല. സാർ, എല്ലാവരും വാട്ട് യുവർ സീറ്റ്.
അതൊന്നും അനുവദിക്കാൻ പറ്റില്ല. കാളിംഗ് അറ്റൻഷന് ചില നിയമങ്ങളുണ്ട്, ചട്ടമനുസരിച്ച് കീഴ്വഴക്കങ്ങളുണ്ട്. 6 മിനിറ്റ് കഴിഞ്ഞു. ചട്ടമനുസരിച്ച് Please ആരോപണമൊന്നും conclude. ഉന്നയിക്കുന്നില്ല. സാർ, എല്ലാവരും Please ഇരിക്കണം. conclude. ആരോപണമൊന്നുമില്ല. എനിക്ക് Please conclude. നീതി, എനിക്കൊരു അംഗത്തിന് നീതി അങ്ങനെ നൽകാൻ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. ചേർന്ന അധികാരമുണ്ട് ഇത് കീഴ്വഴക്കുണ്ട്. സാർ. ചേർന്ന അധികാരമുണ്ട് സാർ. എന്റെ നീതി നിഷേധം, എന്നോട് കാണിച്ച നീതി നിഷേധം. 7 മിനിറ്റായി. പ്ലീസ്, നിങ്ങൾ ഞാൻ Please conclude. സാർ, അഴിമതിയൊന്നും ഉന്നയിക്കുന്നില്ല. Please conclude. നീതി നിഷേധം സാർ, നീതി നിഷേധത്തിന്. Please conclude. നിങ്ങൾ ഇരിക്കും. പ്ലീസ് സിറ്റ് ഡൗൺ. സാർ, നീതി നിഷേധമാണ് പറയുന്നത്, അഴിമതിയല്ല. നീതി നിഷേധം അഴിമതിയും തമ്മിൽ. പ്ലീസ് കൺക്ലൂഡ്. സാർ, അഴിമതിയൊന്നും ഉന്നയിക്കുന്നില്ല, അഴിമതിയൊന്നുമില്ല. സാർ, അദ്ദേഹം പറഞ്ഞു. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ചില കീഴ്വഴക്കമുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ്, ചില കീഴ്വഴക്കങ്ങളുണ്ട്. അത് വ്യവസ്ഥാപിതമായ രീതിയിൽ അദ്ദേഹത്തിന് എഴുതി കൊടുത്ത് ഉന്നയിക്കാം. ഇത് കാളിക്കറ്റൻഷനാണ്. കാളിക്കറ്റൻഷനില് സംസാരിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. നീതി നിഷേധത്തെ കുറിച്ചുള്ള ഒരു MLA എന്ന നിലയിൽ എന്റെ ഉറപ്പാക്കണം സാർ. പ്ലീസ് കൺക്ലൂഡ്. സാർ, പറയട്ടെ സാർ. അദ്ദേഹം പറഞ്ഞു നോൺ പ്ലാൻ ഫണ്ട് ഇല്ലെന്ന് MLA മാരോട് പറയുന്നു, എന്നോട് പറഞ്ഞു പലവട്ടം. പക്ഷേ അദ്ദേഹം തന്നെ പ്രസിദ്ധീകരിച്ചു, മണ്ഡലത്തിലെ 394 ഗ്രാമീണ, എല്ലാവരും അത് കേൾക്കൂ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൂടെ കേൾക്കാം. 394 ഗ്രാമീണ റോഡുകൾ പദ്ധതിയേതര നോൺ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തനം നടത്തുന്നു. കളമശ്ശേരി മണ്ഡലത്തിൽ ഏലൂർ മുനിസിപ്പാലിറ്റിക്ക് വരെ പൈസ കൊടുക്കുന്നു റോഡ് പണിയാൻ. പിന്നെ ഏലൂർ, കളമശ്ശേരി മുനിസിപ്പാലിറ്റികൾ, പിന്നെ കരമാനൂർ പഞ്ചായത്ത്, കുന്നകര, ഇവിടെ എല്ലാമായിട്ട് ഒരു മുനിസിപ്പാലിറ്റിയിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഒരു മുനിസിപ്പാലിറ്റിയിൽ ഇതിന്റെ പുറകിലൊക്കെ ആരാണ് സാർ? 103 റോഡുകൾ നോൺ പ്ലാൻ ഫണ്ടിൽ. ഒരു മുനിസിപ്പാലിറ്റിയിൽ, ഒരു പഞ്ചായത്തിൽ 64 റോഡുകൾ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്നു. 83 റോഡുകൾ സാർ. 15 പാലങ്ങൾ. ഒരു നബാർഡ് റോഡിൽ MLA മന്ത്രിയുടെ ആഫീസിൽ തെണ്ടുമ്പോൾ മന്ത്രി ചോദിക്കും, ഈ ഗണേഷ് കുമാറിന്റെ കൊടുക്കാൻ പറ്റുമോ? സൈഡിൽ ഇരിക്കുന്ന ഈ 3 മാന്യന്മാർ പറയും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ലജ്ജിച്ച് ഇറങ്ങിപ്പോണ്ട്. ഞാൻ പോയി പറഞ്ഞു, നിയമസഭയിൽ ഓടലയ്ക്ക് വന്ന ആളല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പോലെ തെരഞ്ഞെടുക്കപ്പെട്ടു വന്നവനാണ്. എന്നെ അധിക്ഷേപിച്ചിട്ടുണ്ട് സാർ. എന്റെ ഫയലുകൾ, ഞാൻ MLA, ഞാൻ ഫയലുകൾ വ്യക്തമാക്കാം. ഞാൻ കൂടുതൽ പറയുന്നില്ല, ഒരു ആരോപണം ഒന്നും പറയുന്നില്ല. എല്ലാ MLA-മാരും എന്നെ കേൾക്കണം. ഞാൻ പറയുന്നു, എനിക്ക് പറയാനുള്ള മുഴുവൻ പറയാൻ സമ്മതിക്കില്ലെങ്കിൽ കേരളത്തിന്റെ നിയമസഭയിൽ എനിക്കും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഈ നിയമസഭ ഒരു സമിതിയെ വയ്ക്കുക, ഒരു സമിതി. ആ സമിതി മുമ്പാകെ എല്ലാ രേഖകളും ഞാൻ ഹാജരാക്കാം. ആ സമിതി കണ്ടതിന് ശേഷം ഞാൻ പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ അത് CBI-ക്കോ ഇഷ്ടമുള്ള ആ സമിതി തീരുമാനിക്കുന്ന ഒരു അന്വേഷണ ഏജൻസി അത് ഏൽപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ഞാനത് പറയാണ്. എന്റെ ഈ സഭയുടെ സത്ത ഞാൻ കൊണ്ടുവന്നു നാടിന്റെ. ഇനി അത് പരിഹരിക്കേണ്ട ചുമതല ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാർ, അദ്ദേഹത്തിന്റെ കക്ഷി നേതാവാണ്. സാർ, ഇവര് പണം കളക്ട് ചെയ്യുന്നുണ്ട്. പത്രങ്ങൾ 60 ലക്ഷം എക്സിക്യൂട്ടീവ് സ്ഥലം മാറ്റത്തിന് ആർക്ക് വേണ്ടിയാണ് സാർ? ആർക്ക് വേണ്ടിയാണ് സാർ? എന്ന് പറയാൻ